സാറേ, ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരൻ്റെ ഇളയ മകൻ ഹാരി രാജകുമാരൻ 40 വയസ്സുണ്ട്. ഇപ്പോൾ ഹാരി രാജകുമാരന് റൂബർട്ട് മർഡോക്ക് എന്ന് പറയുന്ന മാധ്യമ ഭീമൻ ഏതാണ്ട് $10,000 കോടി നഷ്ടപരിഹാരം നൽകുന്നു. അതായത് ഈ റൂബർട്ട് മർഡോക്കിൻ്റെ നേതൃത്വത്തിൽ സൺ ടാബ്ലോയിഡ് എന്ന് പറയുന്ന പത്രമുണ്ട്, അതുപോലെ ന്യൂസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പത്രമുണ്ട്. ഇതിലൊക്കെ തന്നെ എന്തൊക്കെയോ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ റൂബർട്ട് മർഡോക്കിൻ്റെ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു മാധ്യമ സംരംഭം, ഇവരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അതായത് ഈ ന്യൂസ് പേപ്പേഴ്സ് ഹാരി രാജകുമാറിൻ്റെ സ്വകാര്യത ലംഘിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ കേസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലണ്ടൻ ഹൈക്കോർട്ടിൽ. അപ്പോൾ അതിപ്പോൾ ഈ ദിവസങ്ങളിൽ ബുധനാഴ്ച മറ്റോ എടുക്കേണ്ടതായിരുന്നു, വിചാരണ തുടങ്ങേണ്ടതായിരുന്നു. അപ്പോൾ ഈ ന്യൂസ് പേപ്പേഴ്സ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അല്ലേ? പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അവർ ഇതിൻ്റെ വിചാരണ തുടങ്ങാൻ പോകുന്ന കൃത്യം ഇൻ ദി നിക്ക് ഓഫ് ടൈം വന്നിട്ട് ഇവർക്ക് ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ 10 മില്യൺ പൗണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ടേംസിൽ പറയുകയാണെങ്കിൽ 10,000 കോടി ഉറുപ്പികയിൽ അല്പം കൂടി കൂടുതലുള്ളതാണ്. അങ്ങനെ ഒരു തുക കൊടുക്കാനും അതോടൊപ്പം തന്നെ അൺഎക്വോക്കൽ അപ്പോളജി, ഇത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് അതിന് മാപ്പ് പറയാനും തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ട് ഇപ്പോൾ പ്രശ്നം ഒരു കോംപ്രമൈസിൽ തീർന്നിരിക്കുകയാണ്. എന്തായാലും 10,000 കോടി ഉറുപ്പിക നഷ്ടപരിഹാരം എന്നൊക്കെ പറയണത് വലിയൊരു സംഖ്യയാണ്. ഒരുപക്ഷെ ഹാരി രാജകുമാറിന് അതത്ര വലിയ അത്ഭുതമായിരിക്കില്ല, പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ പറഞ്ഞ് ആ ഒരു കോംപ്രമൈസിൽ അല്ലെങ്കിൽ സമാധാനത്തിലും ഒത്തുതീർപ്പിലൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 1996 മുതൽ 2011 വരെ ഈ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ശല്യം ഇദ്ദേഹത്തിനുണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ഈ സ്വകാര്യത ലംഘിക്കുക എന്നുള്ളത് അതൊരു തമാശയായിട്ടാണ് ഈ സൺ ഗ്രൂപ്പ് ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൻ്റെ സൺ എന്ന് പറയുന്ന ടാബ്ലോയിഡ് എടുത്തിരുന്നത്, സൺ ടാബ്ലോയിഡ്. അപ്പോൾ ദി ന്യൂസ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പത്രം പൂട്ടിപ്പോയി. ഇപ്പോൾ സൺ ടാബ്ലോയിഡാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന പോലെ പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻ. അവരാണ് സ്ഥിരമായിട്ട് ഇവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അവരുടെ സ്വകാര്യതയെ ലംഘിക്കുക എന്നുള്ളത് ഒരു പോളിസിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഡയാനയുടെ മരണത്തിനും ഒരു പരിധിവരെ നമ്മൾ പറയുമല്ലോ പാപ്പരാറ്റ്സി എന്ന് പറയുന്നത്. കാരണം എല്ലായ്പ്പോഴും ഈ ഇംഗ്ലണ്ടിൻ്റെ രാജകുമാരി ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഇവർക്ക് കാമുകയുണ്ടോ? അപ്പോൾ കാറിൻ്റെ പിന്നാലെ ബൈക്കിൽ പോയി ഇവരുടെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഇവർ ചായ കുടിക്കുന്നിടത്ത് പോയിക്കുക, ഇവർ ബിയർ പാർലറിൽ പോയാൽ അവിടെ പോവുക. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പറ്റില്ല. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരെ പാപ്പരാസികളെന്ന് വിളിക്കുന്നു, അവരതിൻ്റെ ഫോട്ടോ എടുക്കുന്നു, ടാബ്ലോയിഡിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇതാണ് അവിടുത്തെ ഈ പത്രങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഈ പ്രചാരത്തിന് തന്നെ ഇടയാക്കുന്നത്. എന്തെങ്കിലും സെൻസേഷണലായിട്ട് ന്യൂസ് ഉണ്ടാക്കുക. അതിപ്പോൾ ആണും പെണ്ണും കൂടി യാത്ര ചെയ്യുന്നു, രാജകുമാരിയുടെ കൂടെ ഇരിക്കുന്നത് എങ്ങനെയായാലും വേറൊരാളും കൂടിയാണെങ്കിൽ പിന്നെ പറയാനും വയ്യ. അപ്പോൾ അങ്ങനെ ഇവർ ഈ മോട്ടോർ സൈക്കിളിനൊക്കെ പോയി ഇവർ ഓവർടേക്ക് ചെയ്യാനൊക്കെ, അപ്പോൾ അതിൽ നിന്ന് വെട്ടിച്ച് മാറുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുകയും ഡയാന രാജകുമാരി മരിക്കുകയും ചെയ്തു. അപ്പോൾ ഡയാന രാജകുമാരിയുടെ മരണത്തിന് കാരണക്കാരായിട്ട് കൂടി ഇദ്ദേഹം കാണുന്നത് ഈ പത്രക്കാരെയും എസ്പെഷ്യലി ഈ പാപ്പരാറ്റ്സി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഹാരി രാജകുമാരൻ്റെ വൈഫുണ്ട്, മേഘൻ മാർക്കിൾ എന്നോ എന്തോ പറഞ്ഞിട്ട്, അവരുടെ കാര്യത്തിലും ഇതേപോലെ എവിടെയൊക്കെ പോകുന്നുണ്ട്, എന്താ ചെയ്യുന്നുണ്ട്, എന്താ കാണിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പിന്നാലെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ പത്രക്കാരുടെ ഒരു സ്ഥിരം ഏർപ്പാടായിരുന്നു. പിന്നെ ഇപ്പോൾ അവർ പക്ഷേ കൃത്യമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സൺ ടാബ്ലോയിഡ് എന്ന് പറയുന്ന ആ പത്രത്തിൽ അവരുടെ ആ പബ്ലിക്കേഷൻകാർ കുറച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയായിരുന്നു. മാത്രമല്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിച്ചായിരുന്നു ഈ പണി. ഇവരുടെ പിന്നാലെ ഇവരെവിടെ പോകുന്നുണ്ടോ പിന്നാലെ പോവുക, അവരെ പറ്റിയുള്ള ന്യൂസ് കളക്ട് ചെയ്യുക, ഫോട്ടോസ് കളക്ട് ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ തന്നെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സായിട്ട് അവരാണ് കൂടുതലും പോയിട്ട് ഇതിന് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ജേർണലിസ്റ്റിൻ്റെ പേരിലല്ല ഞങ്ങൾ മാപ്പ് പറയുന്നത്, ഈ ഡിറ്റക്റ്റീവ്സ് കാട്ടിക്കൂട്ടിയ കുഴപ്പങ്ങളുടെ പേരിലാണ് ഞങ്ങൾ മാപ്പ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ തന്നെ വ്യക്തമായ ഭാഷയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. 10,000 കോടിയിലേറെ നഷ്ടപരിഹാരവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാരി രാജകുമാറിന് വലിയ കുഴപ്പമില്ല, ഇത്രയും നല്ലൊരു തുക അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഇതേപോലെ തന്നെ ഹാരിയെയും ഡയാനയെയും എല്ലാം ഇവരെല്ലാവരെയും അതേപോലെ മേഗൻ മാർക്കിൾ എല്ലാവരെയും ശല്യം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ മേഗൻ മാർക്കിളും അതേപോലെ തന്നെ
ഈ പറയുന്ന ഹാരി രാജകുമാരനൊക്കെ ഈ റോയൽ ലൈഫ് വേണ്ടെന്ന് വയ്ക്കാൻ തന്നെ കാരണം ഈ പത്രക്കാരിങ്ങനെ സ്ഥിരമായിട്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ പിന്നാലെ ചുറ്റും കറങ്ങി നടന്നുകൊണ്ടാണെന്ന് അങ്ങനെയും ഒരു വേർഷനുണ്ട്. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹം ഇത് ചെയ്യുന്നത് ഈ സൺ ടാബ്ലോയിഡിനെയോ അല്ലെങ്കിൽ ന്യൂസ് ഗ്രൂപ്പ് ന്യൂസ് പേപ്പേഴ്സിനോ മാത്രം ലക്ഷ്യമിട്ടിട്ടില്ല. ഈ ബ്രിട്ടീഷ് പ്രസ്സിന് ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, അവരെ അക്കൗണ്ടബിൾ ആക്കുക, അവർ അല്പം ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക, എവിടെയും ചെന്ന് കയറി എന്ത് കുഴപ്പമൊപ്പിച്ച് എങ്ങനെയെങ്കിലും പത്രത്തിൽ ഫോട്ടോ കൊടുക്കാനായിട്ട് ആരുടെയെങ്കിലും കുഴപ്പത്തിൽ ചാടിക്കുന്ന ഫോട്ടോ കൊടുക്കുന്ന ആ രീതി മാറ്റിമറിക്കാൻ കൂടിയാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം സൺ ഗ്രൂപ്പ് ഓഫ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞ വേറൊരെണ്ണമുണ്ട്. ഇത് സൺ ടാബ്ലോയിഡ് അല്ല, വേറെ സൺ ഗ്രൂപ്പ് ഓഫ് പേപ്പേഴ്സ്. അവർക്കെതിരെ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ അദ്ദേഹം അസോസിയേറ്റഡ് പ്രസ്സിനെതിരെയും ഒരു കേസിൻ്റെ കാര്യവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറസ്പോൺസിബിളായിട്ട്, സെൻസേഷണലായിട്ട്, അതേപോലെ ഇങ്ങനെ ദുരുദ്ദേശപരമായ ന്യൂസ് കൊടുക്കുന്ന ആൾക്കാർ, ആ പത്രക്കാരെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം ഇദ്ദേഹത്തിനുണ്ട്. അത് വേറെ ആരും ചെയ്യുന്നില്ലായിരുന്നു. ഈ രാജകുടുംബത്തിൽപ്പെട്ടവരോ അതേപോലത്തെ നിലവാരത്തിലുള്ള ആരോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം തന്നെ അതിൽ ലീഡ് എടുത്തു. അങ്ങനെ ഇവരെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ ഈ വക പെരുമാറ്റം കൊണ്ട് തന്നെ ഈ പ്രസ്സിലെ ആൾക്കാർക്ക് പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു പേര് വിളിക്കണ കേട്ടിട്ടുണ്ട്. നമ്മൾ മാപ്ര എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ പ്രസ്റ്റിറ്റ്യൂട്ട് എന്നൊരു പ്രയോഗം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ നിന്ന് ഇവരെ മാറ്റി ജേർണലിസ്റ്റാക്കി തന്നെ കൊണ്ടുവരിക, തനി ജേർണലിസ്റ്റാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം അദ്ദേഹത്തിന് ഇതിൽ ഉണ്ട് എന്നാണ് നമുക്ക് ധരിക്കാനായിട്ട്. അതായത് കാലങ്ങളായിട്ട് ഈ രാജകുടുംബാംഗങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ കാണാനും കേൾക്കാനും പൊതുജനങ്ങൾക്ക് വലിയ താല്പര്യം. പ്രത്യേകിച്ച് ഈ ബ്രിട്ടനെ പോലൊരു രാജ്യം അല്ലേ, അവിടുത്തെ രാജാവിൻ്റെ പ്രവർത്തികൾ, അവിടെ രാജഭരണത്തിനാണല്ലോ മുൻഗണന. അപ്പോൾ അവിടുത്തെ രാജകുമാരന്മാർ സ്വാഭാവികമായിട്ടും ചെറുപ്പത്തിൻ്റെ ഒരെടുത്തിയായിട്ട് അതിൽ കാമുകയുണ്ടാകാം, അത് ചിലപ്പോൾ രാജകുടുംബത്തിലല്ലാത്ത ആളായിരിക്കാം. അപ്പോൾ അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, അവരുമായിട്ട് ഒരുമിച്ച് കറങ്ങാൻ പോയോ, കാറിൽ ഒരുമിച്ച് പോയോ, ബൈക്കിൽ ഒരുമിച്ച് പോയോ, അവിടുത്തെയൊക്കെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നൈറ്റ് ലൈഫാണ്. അപ്പോൾ രാത്രി കാലങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന പത്രങ്ങളൊക്കെ അസൈൻ ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫേഴ്സിനെ അസൈൻ ചെയ്യുന്നത് നിങ്ങൾ എന്ത് റിസ്ക് എടുത്തോ അവരുടെ ഫോട്ടോസ് എടുക്കണം. ഇൻ കേസിൽ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ മുമ്പിൽ പോയിരുന്നവർ ചിലപ്പം മദ്യം കഴിക്കുകയായിരിക്കും, അതിൻ്റെ ഫോട്ടോ ആ രീതിയിൽ എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇവർക്കുള്ള പ്രഷർ ഉള്ളതുകൊണ്ട് ഇവരെന്തും കടന്നുകയറ്റമൊക്കെ നടത്തും. അതുതന്നെയാണ് ഈ പറയുന്ന ഡയന രാജകുമാരിയുടെ മരണത്തിലേക്ക് നയിച്ചത്. അപ്പം ഈ പ്രവൃത്തിയെല്ലാം ചെയ്തു അവർ ആത്യന്തികമായി അത് അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ആഗോള മാധ്യമ ഭീകരൻ എന്നാണ് ഈ റൂബർട്ട് മർഡോക്കിനെ വിളിക്കുന്നത്. അപ്പോൾ റൂബർട്ട് മർഡോക്ക് $10,000 കോടി നൽകിയാൽ ഇത്തരത്തിലുള്ള പാപ്പരാസി സംസ്കാരം നിങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള കൃത്യമായൊരു മെസ്സേജ് കോടതി നൽകുകയാണ്. അങ്ങനെ പറഞ്ഞൂടെ? അല്ല, പക്ഷേ ഇതിപ്പോൾ ഇവർ തമ്മിലാണ്. ഈ 10,000 കോടി ഉറുപ്പികയിൽ അല്പം കൂടി കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. ഈ 10,000 കോടി ഉറുപ്പികയിൽ അല്പം കൂടി കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോംപ്രമൈസാണ്. കോടതിയിൽ വിചാരണ തുടങ്ങാൻ പോവുകയായിരുന്നു. പക്ഷെ കോടതി ഇതിൽ ഇടപെടുകയും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരേതായാലും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും 10,000 കോടി കൊടുക്കുമ്പോൾ ആരായാലും ദേ വിൽ ലേൺ എ ലെസൺ. നിസ്സാര തുകയല്ലല്ലോ. അപ്പോൾ 10,000 കോടി ഉറുപ്പിക കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ലെസൺ അവർ പഠിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഏതായാലും ഈ രാജകുമാരൻ ഈ രാജകീയ സ്ഥാനമൊന്നും വേണ്ടെന്ന് വെച്ചെങ്കിലും പത്രക്കാരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. ഇപ്പോൾ ഈ ന്യൂസ് ഗ്യാങ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഈ മാധ്യമ കൂട്ടായ്മ അവർ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അതിക്രമം നടന്നു, ഞങ്ങളുടെ ഒരു കടന്നുകയറ്റം നടന്നു. അപ്പോൾ ഈ ഹാരി രാജകുമാരൻ പറയുന്നത് 1996 മുതൽ 2011 വരെ ഏതാണ്ട് 15 വർഷക്കാലം തുടർച്ചയായി ഒരാളെ അല്ലേ അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടപെടുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ പുറത്തേക്ക് പോയി അയാളെ ഫോളോ ചെയ്യുന്നു. അയാൾ ഇനി ബാങ്കിൽ പോയൊരു സ്ത്രീയുമായിട്ടാണ് സംസാരിച്ചെങ്കിൽ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നു. അപ്പോൾ ഈ ടാബ്ലോയിഡുകൾക്കാണ് എല്ലായ്പ്പോഴും ഇംഗ്ലണ്ടിൽ ഒക്കെ വലിയ പ്രചാരമുള്ളത്. ഈ ടാബ്ലോയിൽ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ ചിത്രങ്ങൾ വേണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഫുൾ പേജോ ഹാഫ് പേജോ ഒക്കെ പിക്ചേഴ്സ് അടിച്ചു വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളത് ഈ റൂബർട്ട് മർഡോക്ക് നേതൃത്വം നൽകുന്ന മാധ്യമ ഗ്രൂപ്പിന് അംഗീകരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവരുടെ തെറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നതിന് തുല്യമല്ലേ? അവർ തന്നെ അത് അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഈ 10,000 കോടി എന്നുള്ളതൊക്കെ ഒരു പുതിയൊരു ഇന്നോവേഷനാണ്. അപ്പോൾ നമ്മുടെ പത്രക്കാർക്കൊക്കെ ഇത് കണ്ടിട്ടെന്തെങ്കിലും തോന്നുമാവോ? കാരണം ഇതേപോലത്തെ തുകയിട്ട് കളിക്കാനൊക്കെ ആൾക്കാർക്ക് താല്പര്യമായിരിക്കുമല്ലോ. ഇനി നഷ്ടപരിഹാരം ചോദിക്കാനൊക്കെ ഒരു ടെൻഡൻസി വരും. നമ്മുടെ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള പൈസ കൊടുത്ത് ഇപ്പോൾ ചില ഈ ചാനലുകളിലെ ആങ്കേഴ്സിനെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനവർ അബുദാബിയിലേക്ക് ചിലരെ കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ തോതിലുള്ള ഏർപ്പാടുകളെ വന്നിട്ടുള്ളൂ. പത്രപ്രവർത്തനത്തിൽ ഇങ്ങനെ 10,000 കോടിയുടെ ഒന്നും
വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഇവിടെയും എന്തെങ്കിലുമൊക്കെ അതേപോലെ വരുമെന്ന് നോക്കി. അല്ല, അങ്ങനെ വരാനുള്ള കാരണമുണ്ട് സാറേ. ഈ റോബർട്ട് മർഡോക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ പോലും നിക്ഷേപം നടത്തിയിരുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഒരു പിടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗോള മാധ്യമ ഭീമനാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ മർഡോക്കിനെതിരെ ഒരു രാജകുടുംബാംഗം കേസ് കൊടുക്കുമ്പോൾ മിനിമം 10,000 കോടിക്കെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? അപ്പോൾ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ഇത് സെറ്റിൽ ചെയ്യണമെന്ന് ഈ റോബർട്ട് മർഡോക്കിൻ്റെ മാധ്യമ ഗ്രൂപ്പിനും ആഗ്രഹമുണ്ട്. ഒപ്പം ഈ പറയുന്ന അഭിഭാഷക സംഘത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കാം പുറത്തു വെച്ചൊരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ പോകുന്നത് അല്ലേ? എന്തായാലും 10,000 കോടി നല്ല ഇംപ്രസീവ് ഫിഗർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.